മദർ തെരേസായുടെ മാതൃഭവനം. അവിടെ കുർബാന കഴിഞ്ഞ ഉടനെ തന്നെ 2 ചെറുപ്പക്കാർ സിസ്റ്റേഴ്സ് മദറിൻ്റെ ആശീർവാദം വാങ്ങിക്കാൻ വന്നു. അപ്പോൾ മദർ ചോദിച്ചു, എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, പുതിയൊരു മിനിസ്ട്രിക്ക് വേണ്ടി പോവുകയാണ്, പുതിയൊരു സ്ഥലത്തേക്ക്. അതിനു മുമ്പ് മദറിൻ്റെ ഒരു ബ്ലെസ്സിങ്ങിന് വന്നതാണ്. അപ്പോൾ മദർ അവരോടൊരു ഉപദേശ രൂപേണ പറഞ്ഞു, കുർബാന ചൊല്ലിയപ്പോൾ വൈദികൻ ഈശോയുടെ തിരുശരീരം എത്ര ബഹുമാനത്തോടും ആദരവോടും കരുതലോടും കൂടിയാണ് കൈകാര്യം ചെയ്തതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതേ കരുതലോടു കൂടി തന്നെ തെരുവിൽ കാണുന്ന ഏതൊരു വൃദ്ധനെയും ഏതൊരു രോഗിയെയും നിങ്ങൾ ശുശ്രൂഷിക്കണം. കാരണം ഈ തിരുവോസ്തി ബോഡി ഓഫ് ക്രൈസ്റ്റ് ആയിരിക്കുന്നത് പോലെ തന്നെ തെരുവിലെ രോഗിയായ വൃദ്ധനും ബോഡി ഓഫ് ക്രൈസ്റ്റാണ്. ഇവർ അവരുടെ അന്നത്തെ മിനിസ്ട്രി കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഇതിലൊരാൾ തിരിച്ച് അമ്മയെ കാണാൻ വന്നു, മദറിനെ. അപ്പം മദർ ചോദിച്ചു, എന്താണ്? അപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് 3 മണിക്കൂർ ക്രിസ്തുവിൻ്റെ ശരീരത്തെ ശുശ്രൂഷിക്കുകയായിരുന്നു. അപ്പോൾ എന്താണെന്ന് വീണ്ടും ചോദിച്ചപ്പോൾ ആ സിസ്റ്റർ വിശദീകരിച്ചു. ഇന്ന് അവർ പോയപ്പോൾ തെരുവിൽ കിടന്ന് രോഗിയും പ്രായാധികവുമുള്ള ഒരുത്തനെ കിട്ടി. അയാളുടെ മുറിവുകൾ വൃത്തിയാക്കി വെച്ച് കെട്ടി തലമുടിയൊക്കെ വെട്ടി കുളിപ്പിച്ചെടുക്കാൻ 3 മണിക്കൂർ നേരമെടുത്തു. അത് ക്രിസ്തുവിൻ്റെ ശരീരമായിരുന്നുവെന്ന് എനിക്ക് അറിയാം. 2ാം വത്തിക്കാൻ കൗൺസിൽ സഭ ആധുനിക യുഗത്തിൽ എന്ന പ്രമാണരേഖ 1965 ഇറക്കിയത്. 60 വർഷം കഴിഞ്ഞു. അതിൽ സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നത് ഈ സഭയ്ക്ക് മതജീവിതത്തിന് പുറത്തുള്ള ലോകത്തോട് എങ്ങനെയാണ് ഇൻ്ററാക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അവരുമായിട്ട് എങ്ങനെയാണ് വിനിമയം ചെയ്യേണ്ടത്, അതിൽ പ്രത്യേകിച്ച് ഈശ്വരവിശ്വാസമില്ലാത്തവരുമായിട്ട് എങ്ങനെയാണ്, നിരീശ്വരവാദികളുമായിട്ട്. അതിലെ 1ാമത്തെ മാർഗമായിട്ട് സഭ പഠിപ്പിക്കുന്നത് ജീവിത സാക്ഷ്യമാണ്. എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. അതായത് നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തണം. ജീവിതം കാണുന്നവർക്ക്, പ്രവൃത്തി കാണുന്നവർക്ക്, സംസാരം അനുഭവിക്കുന്നവർക്ക് പെട്ടെന്ന് ക്രിസ്തുവിനെ ഓർമ്മ വരണം. പോപ്പ് ഫ്രാൻസിസിനെ കുറിച്ച് പറയാവുന്ന ഒരേ ഒരു കാര്യം ഇതാണ്, ദ തേർഡ് ക്രൈസ്റ്റ്. 2ാമത്തെ ക്രിസ്തു ആരാന്ന് നമുക്കറിയാം, അസീസിയിലെ ഫ്രാൻസിസ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതവും വാക്കും പ്രവൃത്തിയും കാണുന്നവരെയൊക്കെ ക്രിസ്തുവിനെ ഓർമ്മിപ്പിച്ചു. ഇപ്പോൾ ഈ പോപ്പ് ഫ്രാൻസിസ് കടന്നുപോയി, പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതവും വാക്കും പ്രവൃത്തിയും മനുഷ്യരെല്ലാം ഓർമ്മപ്പെടുത്തിയത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിലേക്കുള്ള കൈചൂണ്ടിയായിട്ട് മാറുന്നിടത്താണ് നമ്മുടെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്ന ജീവിതമാകുന്നത്. ഈശ്വരവിശ്വാസം നഷ്ടപ്പെടുന്നവരുടെ മുമ്പിൽ ജീവിത സാക്ഷ്യത്തിലൂടെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് എന്ന് സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നു. സിനഡാലിറ്റിയെക്കുറിച്ചുള്ള സിനഡ് നടക്കുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ അലക്സ് വടക്കുംതല പിതാവ് അതിൽ എല്ലാ സെഷനിലും പങ്കെടുത്തയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ പോളണ്ടിൽ നിന്നും വന്ന ഒരു യുവതി ഉണ്ടായിരുന്നു. അവൾ ഇതിൻ്റെ ഇടയ്ക്ക് സിനഡിൽ സംസാരിക്കാനായിട്ട് അവളുടെ ടേൺ വന്നപ്പോൾ അവൾ സംസാരിച്ചു തുടങ്ങി. അവൾ പറഞ്ഞു, എൻ്റെ വല്യമ്മച്ചി മരിച്ചു കഴിഞ്ഞ് അതിൻ്റെ വാർഷികം ഈ അടുത്ത ഇടയ്ക്കായിരുന്നു. ഈ വാർഷികത്തിന് അവളുടെ ഒരു സഹോദരി അമേരിക്കയിൽ സെറ്റിൽഡായിരുന്നു. അതുകൊണ്ട് അവളെ വിളിച്ചു വരുത്തി നിർബന്ധിച്ച്, ആദ്യം വരാൻ മടിയായിരുന്നു, പക്ഷെ നിർബന്ധിച്ചപ്പോൾ വീട്ടുകാരെല്ലാം അവിടെ നിർബന്ധിച്ചപ്പോൾ അവൾ വന്നു ഈ വാർഷികത്തിൻ്റെ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട്. കുർബാനയിൽ പങ്കെടുക്കുമ്പം സ്വാഭാവികമായിട്ടും പോളണ്ടുകാരാണ്, കുർബാന കൈക്കൊള്ളണമല്ലോ. ഇവൾ കുമ്പസാരിക്കാൻ പോയി ഇവൾ കുർബാനയിൽ പങ്കെടുത്തു. പിറ്റേ ദിവസം ഇവൾ ആത്മഹത്യ ചെയ്തു. എന്നിട്ട് അവൾ എൻ്റെ കാരണം പറയുന്നതാണ്. അതായത് ഇവൾ ഒരു സ്വവർഗാനുരാഗിയായിരുന്നു. ഇവൾക്കൊരു പാർട്ട്ണറുണ്ടായിരുന്നു. ആ പാർട്ട്ണറുമായിട്ടാണ് ഒന്നിച്ച് സഹവാസമായിരുന്നു അമേരിക്കയിൽ. സ്വാഭാവികമായിട്ടും കുമ്പസാരത്തിൽ അവളത് പറഞ്ഞു കാണും. പക്ഷേ കുമ്പസാരിപ്പിച്ച
ആ വൈദികന് അത് ഉൾക്കൊള്ളാൻ ആയില്ല. ഇത് പറഞ്ഞിട്ട് അവൾ സിനഡിലെ വലിയ വായിലെ കരയായിരുന്നു. നിരീശ്വരത്വം, ഗൗദിയും എത്ത് സ്പെസ് സഭ ആധുനിക യുഗത്തിൽ എന്ന വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖ 1965 ഇറങ്ങിയത്. എങ്ങനെ സഭയ്ക്ക് പുറത്തുള്ള ലോകവും ലോകത്തിലെ ചിന്താഗതികളും ആയിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ സംവദിക്കണം എന്നുള്ള വലിയ നീണ്ട ചർച്ചയാണ്. ശരിക്കും പറഞ്ഞാൽ അതിലെ ഒരു ഘടകം എന്ന് പറയുന്നത് ദൈവവിശ്വാസമില്ലാത്തവരുമായിട്ട് സഭ എങ്ങനെയാണ് ഒരുമിച്ച് കൈകോർക്കേണ്ടത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അത് പറഞ്ഞു വരുമ്പോൾ ഈ നിരീശ്വരത്വം, ദൈവവിശ്വാസമില്ലായ്മ, ദൈവനിരാസം, ഇത് ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പറയുന്നു ദൈവവിശ്വാസികളുടെ, മതവിശ്വാസികളുടെ വീഴ്ചകൾ കൊണ്ട് തന്നെ മറ്റുള്ളവർ ദൈവവിശ്വാസത്തിൽ നിന്നും അകന്നു പോകാം. സാധാരണഗതിയിൽ മതവിശ്വാസികൾ, ഭക്തർ വിചാരിക്കുന്നത് ഭക്തർ ശരിയും മതത്തിന് പുറത്ത് നിൽക്കുന്നവർ, പ്രത്യേകിച്ച് ദൈവത്തിൽ വിശ്വസിക്കാത്തവർ തെറ്റുകാരുമാണെന്ന്. പക്ഷേ വത്തിക്കാൻ പ്രമാണരേഖയിലെ ഗൗദിയം എത്ത് സ്പെസ് എന്ന ഡോക്യുമെൻ്റ് ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നത് മതത്തിൽ വിശ്വസിക്കുന്നവരുടെ, പ്രത്യേകിച്ച് മതത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരുടെ വീഴ്ചകൾ കൊണ്ട് തന്നെ പലരും നിരീശ്വരത്വത്തിലേക്ക്, ദൈവനിരാസത്തിലേക്ക് പോകാം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പലരും നിരീശ്വരായിത്തീരുന്നതിൻ്റെ ഉത്തരവാദികൾ പലപ്പോഴും ദൈവവിശ്വാസികളായ ഞാനോ നമ്മളോ നമ്മുടെ ജീവിതമോ ആണ് എന്നുള്ളതാണ്. ശക്തമായ ആത്മശോധനയ്ക്കുള്ള വിഷയമാണ് വത്തിക്കാൻ കൗൺസിൽ മുന്നോട്ട് വയ്ക്കുന്നത്.